നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകർ. കനകമല കുരിശുമുടി തീർത്ഥാടന സമാപനത്തിന്റെ ഭാഗമായി കുരിശുമുടിയിൽ മാർ തോമാസ് ലെഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന റോഡുകൾ എവിടേക്കെന്നറിയാൻ യാതൊരു ദിശാ ബോർഡുകളും ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത നിരവധി പേർ. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി വീട്ടുപറമ്പിലെ കൃഷി നശിപ്പിച്ചു. കുഴിയാനിമറ്റത്തിൽ ജെയിംസിന്റെ പറമ്പിലാണ് ഒരാഴ്ചക്കിടെ രണ്ടാം തവണയും ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. നിരവധി നേന്ത്രവാഴകൾ ആനകൾ നശിപ്പിച്ചു. 2 ദിവസം മുൻപ് ആനക്കൂട്ടം ഇറങ്ങി നശിപ്പിച്ച തോട്ടത്തിലെ ബാക്കിയുള്ള വാഴകളാണ് ഇത്തവണ പിഴുതെറിഞ്ഞത്. 1 മാസത്തിനിടെ 3ാം തവണയാണ് ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ജെയിംസിന്റെ പറമ്പിലെ 100-ലേറെ റബ്ബർ മരങ്ങളും വാഴത്തോട്ടവും കവുങ്ങുകളും പച്ചക്കറി കൃഷിയും കാട്ടാനകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഇന്നലെ രാത്രി 2 മണി സമയത്ത് കാട്ടാന കയറി നശിപ്പിച്ചതാണ് കാണുന്ന വാഴ മുഴുവൻ. വാഴ, അടയ്ക്കാവരം, പ്ലാവ് എല്ലാം നശിപ്പിച്ചിരുന്നു രാത്രി. ഇത് ഈ മാസം 3ാമത്തെ പ്രാവശ്യമാണ് ആന വന്നത്. 85ാമത് കനകമല കുരിശുമുടി തീർത്ഥാടന സമാപനത്തിന്റെ ഭാഗമായി കുരിശുമുടിയിൽ മാർ തോമാസ് ലിഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. രാവിലെ അടിവാരം പള്ളിയിൽ നിന്നും പ്രദക്ഷിണമായി വിശ്വാസികൾ കുരിശുമുടി കയറി. വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ നിഖിൽ ജോർജ് ജോസഫ് പരുവനാനിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക എന്നിവർ സഹകാർമ്മികരായി. ലതീഞ്ഞും നൊവേനയും ഉണ്ടായിരുന്നു. തുടർന്ന് അടിവാരം പള്ളിയിൽ നേർച്ച ഭക്ഷണം നൽകി. അടിവാരം പള്ളിയിൽ കുർബാനയ്ക്ക് സഹവികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ കാർമ്മികനായി. ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ആന്റണി കരിയാട്ടി, ലിജോ ചാതേലി, ഷിജു പടയത്തുപറമ്പിൽ, ഷിബു കള്ളിയത്തുപറമ്പിൽ, PRO ബിജു ചുള്ളി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമാസ് ലീഹായുടെയും തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജോയ് പയ്യപ്പള്ളി കാർമ്മികനായി. ഫാദർ ജോളി ആൻഡ്രൂസ് സന്ദേശം നൽകി. വൈകിട്ട് വിശുദ്ധ കുർബാനയും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ബെൻസി ചീനാൻ, കൈക്കാരന്മാരായ തെക്കിനിയത്ത് മാത്യു ആൻഡ്രു, എലുവത്തുകാരൻ അന്തോണി ജോൺസൺ, തിരുനാൾ ജനറൽ കൺവീനർ ET പോൾ എലുവത്തുകാരൻ എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച പരേതർക്ക് വേണ്ടിയുള്ള വിശുദ്ധ കുർബാന നടക്കും. ഏപ്രിൽ 14 നടക്കുന്ന 8ാം ഇട തിരുനാൾ ചടങ്ങുകൾക്ക് ഫാദർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനാകും. പറപ്പൂക്കര സെന്റ് ജോൺ നെബുംസ്യാൻ ഫൊറോന പള്ളിയിലെ വിശുദ്ധ ലോന മുത്തപ്പന്റെ തിരുനാളിനോടനുബന്ധിച്ചുള്ള തിരുനാൾ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോയി പെരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി, ജനറൽ കൺവീനർ യോഹനാൻ വടക്കേത്തല, നിജോഷ് അക്കരക്കാരൻ, സെക്രട്ടറി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര സെന്റ് ജോസഫ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ ഊട്ട് തിരുനാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഫാദർ ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. ജനറൽ കൺവീനറും നടത്തു കൈക്കാരനുമായ ജോയ് വടക്കേത്തല, സഹവികാരി ഫാദർ സിബിൻ വാഴപ്പിള്ളി, കൈക്കാരന്മാരായ ജോയ് മാളിയേക്കൽ, സ്റ്റാലിൻ കുറ്റിയിൽ,
കേന്ദ്ര സമിതി പ്രസിഡന്റ് പ്രിൻസ് ചിറ്റാറ്റുകരക്കാരൻ, ജനറൽ ജോയിന്റ് കൺവീനർ റിൻഡോ കളത്തുപറമ്പൻ, PRO ജോയ്സ് തെക്കുംതല എന്നിവർ പ്രസംഗിച്ചു. മെയ് 5-നാണ് ഊട്ടുതിരുനാൾ നടക്കുന്നത്. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. രാവിലെ വിവിധ സെറ്റുകളുടെ അഭിഷേകം, കാവടിയാട്ടം എന്നിവയുണ്ടായി. വൈകുന്നേരം 3 മുറി പള്ളി ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന സന്ധ്യ വിസ്മയ കാഴ്ചയിൽ തെയ്യം, തിറ, ശിങ്കാരിമേളം, നാസിക് ഡോൾ എന്നിവ അണിനിരന്നു. തെക്കുമുറി യുവജന സംഘം, അമ്പലനട സെറ്റ്, ശ്രീമുരുക സെറ്റ്, കുഞ്ഞാലിപ്പാറ സെറ്റ്, യുവചൈതന്യ, വേൽമുരുക, 3 മുറി ടൗൺ സെറ്റ്, ശാന്തിനഗർ സെറ്റ് എന്നിങ്ങനെ 8 ദേശക്കാവടി സംഘങ്ങളാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. പുതുക്കാട് തെക്കേത്തുറവ് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഏപ്രിൽ 8 മുതൽ 18 വരെ നടക്കുന്ന നവീകരണ സഹസ്ര കലശത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ നടന്നു. കലവറ നിറയ്ക്കൽ യജ്ഞം ചെറുവാൾ വലിയകുന്ന് വനശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്ര പരിസരങ്ങളിലും സെന്ററുകളിലും എത്തി ഭക്തജനങ്ങളിൽ നിന്നും ഭക്ഷ്യോൽപ്പന്നങ്ങൾ സ്വീകരിച്ചു. വൈകിട്ട് ക്ഷേത്രത്തിൽ നവീകരണ സഹസ്ര രക്ഷാധികാരി മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാട്, ക്ഷേത്ര മേൽശാന്തി നടുവം നാരായണൻ നമ്പൂതിരി, നടുവം ഹരി നമ്പൂതിരി എന്നിവരും ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളും ചേർന്ന് കലവറ നിറയ്ക്കാനുള്ള ദ്രവ്യങ്ങൾ ഏറ്റുവാങ്ങി. പുതുക്കാട് പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ നവീകരണ സഹസ്ര കലശം തിങ്കളാഴ്ച ആരംഭിക്കും. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീരാജ് ഭട്ടതിരിപ്പാടിന്റെയും വടക്കേടത്ത് ഹരി നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. 9-ന് വൈകിട്ട് 7:30-ന് ഭാഗവത വേദാചാര്യൻ മുല്ലമംഗലം ത്രിവിക്രമൻ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടായിരിക്കും. 18-ന് കലശം സമാപിക്കും. ഏപ്രിൽ 15-നാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിക്കുന്നത്. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന റോഡുകൾ എവിടേക്ക് എന്നറിയാൻ യാതൊരു ദിശാ ബോർഡുകളും ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. നിയോജക മണ്ഡലത്തിലെ ആസ്ഥാനമായിട്ടും ദേശീയപാത അധികൃതർ കൃത്യമായ ദിശാ ബോർഡുകൾ പുതുക്കാട് സ്ഥാപിക്കാത്തതാണ് വാഹനയാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. മുപ്ലിയം റോഡ്, കാഞ്ഞൂർ റോഡ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, ബസാർ റോഡ് എന്നിവയാണ് പുതുക്കാട് ഹൈവേ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകുന്ന പ്രധാനപ്പെട്ട റോഡുകൾ. പുതുക്കാട് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞു പോകുന്ന പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ, താലൂക്ക് ആശുപത്രി, പാഴായി, ആറാട്ടുപുഴ, ചേർപ്പ്, തൃപ്രയാർ, ഇരിങ്ങാലക്കുട, തൊട്ടിപ്പാൾ സ്ഥലങ്ങളും കാഞ്ഞൂർ, മണ്ണമ്പേട്ട, വരന്തരപ്പള്ളി, ചിമ്മിനി വന്യജീവി സങ്കേതം, മുപ്ലിയം, ചെങ്ങാലൂർ, നന്ദിപുലം, മുനിയാട്ടുകുന്ന് അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഉൾപ്പെടുത്തി പ്രധാന ദിശാബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. കുട്ടനെല്ലൂർ, നടത്തറ, ചാലക്കുടി മേഖലകളിൽ ബോർഡുകൾ സ്ഥാപിച്ചെങ്കിലും പുതുക്കാട് ദിശാബോർഡുകൾ സ്ഥാപിക്കാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. സാധാരണ ദേശീയപാതയിൽ ഒരു പ്രധാന ജംഗ്ഷൻ എത്തുമ്പോൾ ചുറ്റുപാടും പോകാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കാനാണ് ഹൈവേ ക്രോസിംഗ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്. എന്നാൽ പുതുക്കാട് മേഖലയിൽ ഇത് ഇല്ലാത്തത് മൂലം ദൂരസ്ഥലത്തുള്ള യാത്രക്കാർ ഗൂഗിൾ മാപ്പിനെ ആശ്രയിക്കുകയേ മാർഗമുള്ളൂ എന്ന് പുതുക്കാട് പാസഞ്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി അരുൺ ലോകിതാക്ഷൻ പറയുന്നു. പെൻഷൻ ആനുകാലികമായി പുതുക്കണമെന്നും കോവിഡ് കാലത്ത് പിടിച്ചുവച്ച DA ഉടനെ വിതരണം ചെയ്യണമെന്നും ഓൾ ഇന്ത്യ BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി ഏരിയ അർദ്ധവാർഷിക സമ്മേളനവും വനിതാ സംഗമവും ആവശ്യപ്പെട്ടു. സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് PG മോഹനൻ അധ്യക്ഷനായി. KSTA സംസ്ഥാന കമ്മിറ്റി അംഗം PCCG മുഖ്യ അതിഥിയായി. ജില്ലാ സെക്രട്ടറി K കൃഷ്ണൻകുട്ടി, ഏരിയ സെക്രട്ടറി MK മണി, A മഹേശ്വരി, A പ്രഭാകരൻ, OS മാധവൻ, TP രാമൻ, KV വിൽസൺ എന്നിവർ പ്രസംഗിച്ചു. എന്ത് രസകരമായിട്ടാണ് അതിലെ മെസ്സേജിംഗ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വരുന്ന സംവിധാനങ്ങളൊക്കെ മലയാളിക്കും അതുപോലെ തന്നെ സംസ്ഥാനത്തെ വേനൽ ചൂട് ഇനിയും ഉയരുമെന്ന് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. 2019 ശേഷം സംസ്ഥാനത്തെ റെക്കോർഡ് ചൂടാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ഔദ്യോഗികമായി സംസ്ഥാനത്തെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് പാലക്കാടാണ് രേഖപ്പെടുത്തിയത്.
41.5 ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത്. 2019 ശേഷം ആദ്യമായാണ് ഔദ്യോഗികമായി സംസ്ഥാനത്ത് 41 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനില രേഖപ്പെടുത്തുന്നത്. 2019 41.1 ഡിഗ്രി സെൽഷ്യസും സമീപകാലത്തെ ഏറ്റവും ഉയർന്ന ചൂട് 41.9 ഡിഗ്രി സെൽഷ്യസ് 2016 രേഖപ്പെടുത്തിയിരുന്നു. തൃശൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, കൊല്ലം ജില്ലകളിലെ ചില സ്റ്റേഷനുകളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും രേഖപ്പെടുത്തി. നിലവിലെ കാലാവസ്ഥാ പ്രവചന പ്രകാരം ബുധനാഴ്ച വരെ കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെയും, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരും. എലോറ മെഡിക്കൽ സെന്റർ ചെങ്ങാലൂർ ശാന്തിനഗർ പെട്രോൾ പമ്പിന് എതിർവശം തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. കെ രാമചന്ദ്രൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആദ്യത്തെ 3 ദിവസം ഡോക്ടറുടെ സേവനം സൗജന്യമായിരിക്കും. കൂടാതെ ഉദ്ഘാടന ദിവസം രാവിലെ 10:30 മുതൽ 2:30 വരെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഉണ്ടായിരിക്കും. പേരാമ്പ്ര സെന്റ് ആന്റണീസ് UP വിദ്യാലയത്തിന്റെ 100ാം വാർഷികവും അധ്യാപക രക്ഷാകർതൃ മാതൃസംഗമവും ശതാബ്ദി സ്മാരക സമർപ്പണവും ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. TJ സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. ഇരിങ്ങാലക്കുട രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ ഫാദർ സിജോ ഇരിമ്പൻ ശതാബ്ദി സ്മാരക സമർപ്പണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ഷാജു പീറ്റർ കാച്ചപ്പള്ളി, പ്രധാനാധ്യാപിക ML റൈനി, തോമസ് ഫ്രാങ്ക്ലിൻ, വാർഡ് അംഗം ലത ഷാജു, PTA പ്രസിഡന്റ് KV പ്രീജോ, പേരാമ്പ്ര ചർച്ച് ട്രസ്റ്റി പോൾ ചുള്ളി, AJ സാനി, KT ജോണി, സ്മിത സുകുമാരൻ, ഫെമി പോൾ, സ്കൂൾ ലീഡർ ഏഞ്ചൽ മരിയ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആൻസൺ ഡൊമിനിക് എന്നിവർ പ്രസംഗിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ ഭരണിവേല പൊങ്കാല കുടുംബ ദേവതാ സംഗമം ബുധനാഴ്ച നടക്കും. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, വൈകിട്ട് 4:30 മുതൽ ധർമ്മദേവതമാർക്ക് അയ്യപ്പ ക്ഷേത്ര നടയിൽ സ്വീകരണവും സ്ഥാനം നൽകി ഇരുത്തലും, തുടർന്ന് പൊങ്കാല അടുപ്പിൽ തീ പകരും. ആചാര്യൻ TS വിജയൻ കാരുമാത്തരുടെ അനുഗ്രഹ പ്രഭാഷണം, വരാക്കര ഭഗവതിയുടെ എഴുന്നള്ളത്ത്, കുടുംബദേവതമാർക്ക് പൂജയും ആരതിയും, ശേഷം ദേവിയുടെ തിരിച്ചെഴുന്നള്ളത്ത്, പൊങ്കാല സമർപ്പണം, അത്താഴപൂജ, ശേഷം പ്രസാദ കഞ്ഞി വിതരണം എന്നിവയാണ് പരിപാടികൾ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 8943242563, അടുത്ത നമ്പർ 8714439501. കലൂർ മുട്ടിത്തടി ശിവശക്തി ദേവി ക്ഷേത്രത്തിലെ ആണ്ടു മഹോത്സവം തിങ്കളാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് ഗണപതി ഹോമം, 7-ന് ഉഷപൂജ, 8-ന് നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവ നടക്കും. രാവിലെ 8:30-ന് എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കുന്നതാണ്. വൈകുന്നേരം 4-ന് എഴുന്നള്ളിപ്പ് ആരംഭിച്ച് 6 മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. കാലാവസ്ഥ: കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. CDIT-ൽ 5 മുതൽ +2 വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന അവധിക്കാല കമ്പ്യൂട്ടർ പരിശീലനത്തിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഏപ്രിൽ 10 വരെ അപേക്ഷിക്കാം. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന CDIT-ന്റെ അംഗീകൃത പരിശീലന കേന്ദ്രങ്ങൾ വഴിയാണ് 2 മാസത്തെ ക്ലാസുകൾ നൽകുക. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും www.cdit.org സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9895889892. ആമ്പല്ലൂർ പാലപ്പള്ളി റോഡിൽ ആമ്പല്ലൂർ മുതൽ വരാക്കര വരെ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച മുതൽ പണി പൂർത്തീകരിക്കുന്നതുവരെ ഗതാഗതം ഭാഗികമായി നിരോധിച്ചിരിക്കുന്നതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 6535 രൂപ, പവന് 52,280 രൂപ. പുതുക്കാട് പയ്യപ്പള്ളി ഉക്രു പരേതനായ പൈലോത് ഭാര്യ ഏലിയക്കുട്ടി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ജോസ്, ജോയ്, ഷൈനി എന്നിവർ മക്കളും ജെന്നി, മിനി, പോൾസൺ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് തെക്കേത്തുറവ് മേലുവീട്ടിൽ ഭാസ്കരൻ ഭാര്യ പ്രേമലത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രീത മകളും നാരായണൻകുട്ടി മരുമകനുമാണ്. ചെങ്ങാലൂർ പുതുശ്ശേരി തളിയപ്പറമ്പിൽ അന്തോണിക്കുട്ടി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വല്ലച്ചിറ ചാത്തക്കുടം തട്ടിൽ കളപ്പുര വർഗീസ് ഭാര്യ ആനി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്മിത, ജോസ്, സുമി എന്നിവർ മക്കളും നിക്സൺ, ലിസ്റ്റ, പരേതനായ വിമൽ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. വരന്തരപ്പള്ളി കാരികുളം കടവിൽ വീണ്ടും കാട്ടാനയിറങ്ങി കൃഷി നശിപ്പിച്ചു. ദുരിതത്തിലായി കർഷകൻ. കനകമല കുരിശുമുടി തീർത്ഥാടന സമാപനത്തിന്റെ ഭാഗമായി കുരിശുമുടിയിൽ മാർ തോമാസ് ലെഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. മൂന്നുമുറി ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം കൈലാസ ശിവക്ഷേത്രത്തിലെ കാവടി മഹോത്സവം വർണ്ണാഭമായി. ദേശീയപാത പുതുക്കാട് ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരിഞ്ഞു പോകുന്ന റോഡുകൾ എവിടേക്ക് എന്നറിയാൻ യാതൊരു ദിശാ ബോർഡുകളും ഇല്ലാത്തത് യാത്രക്കാരെ വലയ്ക്കുന്നു. തൊട്ടിപ്പാൾ സെന്റ് മേരീസ് പള്ളിയിലെ തിരുനാൾ ആഘോഷിച്ചു. ചടങ്ങുകളിൽ പങ്കെടുത്ത നിരവധി പേർ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.